അത് ജെനുവിൻ കമ്പനി സർവീസ് എല്ലാം കിലോമീറ്റർ ചെയ്യുന്നു കമ്പനി സർവീസ് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു പോളോ ആണ്. ഇതിന് നമ്മൾ പോളോനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേഞ്ച് മൈലേജ് ഉണ്ടാവും. 12-15 ഉള്ളിലായിട്ട് അത്യാവശ്യം വെയിറ്റും എല്ലാം വരുന്നൊരു വണ്ടിയാണ്. ഫുൾ സ്പേസ് ആണ്. ഇവിടെ ഫുഡ് തട്ടുന്ന പ്രശ്നം അങ്ങനെ തോന്നുന്നില്ല. ഒരു ചൈൽഡ് സീറ്റ് അല്ല, ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾ കൂടുതൽ ചൈൽഡ് സീറ്റാണ് കാണാറുള്ളത്. ഇത് അതല്ല. ഈ പ്രൊജക്ടർ ഹെഡ്ലാമ്പിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഒരു ഏരിയയിലേക്ക് കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് കുറച്ച് വിസിബിലിറ്റി കൂടും. ഒരു മൈലേജ് ഒരു 17 വരെയൊക്കെ എന്തായാലും മൈലേജ് കിട്ടും. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് കോഴിക്കോട് കാർ സോണിൽ വെച്ചിട്ട് വീഡിയോ ചെയ്യാണ്. അപ്പോൾ കാർ സോണിൽ ഒരുപാട് കോമ്പാക്ട് SUV സെഗ്മെൻറ്റ് വാഹനങ്ങൾ നമ്മളെ കാത്തിരിക്കും. എല്ലാ സെഗ്മെൻറ്റും ഉണ്ടോ? ഏകദേശം എല്ലാ സെഗ്മെൻറ്റും. ബബിദേശാണ് നമ്മുടെ കൂടെ ഉള്ളത്. വെൽക്കം. ആദ്യമായിട്ടാണല്ലേ? ആദ്യമായിട്ടാണ്. ഓക്കെ. അപ്പോൾ ഈ മാസം എന്തെങ്കിലും നിങ്ങളുടെ സ്പെഷ്യൽ എന്തെങ്കിലും സ്കീം ഇറക്കിയിട്ടുണ്ടോ? ഈ മാസം ഞാൻ സ്പെഷ്യൽ സ്കീം നമ്മൾ വാറണ്ടി കാര്യങ്ങൾ തന്നെ നമ്മുടെ സ്പെഷ്യലായിട്ട് വരുന്ന കാര്യങ്ങൾ. വാറണ്ടി കാര്യങ്ങളുണ്ടല്ലോ. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് വെസ്റ്റിൽ അത്താണിക്കലാണ് ഷോറൂമിൻ ലൊക്കേഷൻ, കാർ സോൺ. ഓക്കെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലിന് നമ്മൾ വീഡിയോയിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. ആ നമ്പറുകളിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ബബിദേശം അങ്ങനെ മാക്സിമം മുട്ടിച്ചിട്ടുള്ള വില തന്നെ കൊടുക്കാൻ പറ്റും? മാക്സിമം നമുക്ക് ട്രൈ ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ബാക്കി ഡീറ്റെയിൽ നമുക്ക് ഓരോന്നായിട്ട് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മുടെ പുതിയ ആപ്ലിക്കേഷൻ മേരാകാസ്റ്റ് ഞാൻ കുറച്ച് വീഡിയോസിനായിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്, മറന്നുകൊണ്ട. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ വിൽക്കാനുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഏറ്റവും മികച്ച വിലയിൽ ഞങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങളുടെ വാഹനങ്ങൾ സ്വന്തമാക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ അലഞ്ഞിരുന്ന സമയങ്ങളൊന്നും വേണ്ട, വീട്ടിൽ നിന്ന് ജസ്റ്റ് ഞങ്ങളൊന്ന് കോൾ ചെയ്താൽ മതി. ഞങ്ങൾ അവിടെ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് അതിന് കിട്ടുന്ന മാക്സിമം വില നിങ്ങൾക്ക് തരുന്നതാണ്. ഇനി ആ വില നിങ്ങൾക്ക് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ബിഡിങ് ആപ്പിലേക്ക് അത് വെച്ചതിന് ശേഷം ഒരു 10-700-ലധികം ഡീലേഴ്സ് ഉണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ അവരുടെ അടുത്ത് നിന്ന് മാക്സിമം വില ആര് തരുന്നു അവർക്ക് നിങ്ങൾക്ക് ആ വിലക്കൊക്കെയാണ് വാഹനം വിൽക്കാൻ പറ്റും. അപ്പോൾ വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിലേക്ക്, ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാഹനം വിൽക്കാനുണ്ടെങ്കിൽ, അപ്പോൾ ഇവരുടെ അടുത്ത് വാഹനം വാങ്ങാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേലെ കൊടുക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ. ബാക്കി വിശേഷങ്ങൾ വീഡിയോയിൽ കാണാം. നേരെ വീഡിയോയിലോട്ട് പോകാം. Volkswagen പോളോ KL30 രജിസ്ട്രേഷനുള്ള Volkswagen പോളോ ആണ്. എങ്ങനെയാണ് ബബിദേശം ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത്? ഇത് വരുന്നത് 2015 മോഡൽ കംഫർട്ട് ലൈൻ വണ്ടിയാണ്. മിഡിൽ ഓപ്ഷൻ കംഫർട്ട് ലൈൻ പോളോ ആണ്. ഡീസലാണോ പെട്രോളാണോ? പെട്രോളാണ് വരുന്നത്. പെട്രോൾ വേരിയൻ്റാണ്. 1.2 പെട്രോളാണ്. 1.2 പെട്രോൾ വേരിയൻ്റ്. ഒരു 39,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. അത് ജെനുവിൻ കമ്പനി സർവീസ് എല്ലാം കിലോമീറ്റർ ചെയ്യുന്നു കമ്പനി സർവീസ്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ. വളരെ ലോ കിലോമീറ്റർ ഓടിയ ഒരു പോളോ ആണ്. സിംഗിൾ ഓണർഷിപ്പ് ആണോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. സെക്കൻഡ് 2015 മോഡൽ പോളോ. പെട്രോളിലേക്ക് വരുമ്പോൾ ഒരു 15 റേഞ്ച് മാക്സിമം മൈലേജ് കണ്ടാൽ മതി. അതിൻ്റെ ഉള്ളിലായിട്ടേ കിട്ടുള്ളൂ. അതിൻ്റെ അകത്തായിട്ട് ഒരു 12 മുതൽ 15 വരെയൊക്കെ പ്രതീക്ഷിക്കാം. ക്ലെയിം എന്തെങ്കിലും വണ്ടി? വേറെ ക്ലെയിം കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണല്ലോ. ഓക്കെ. അപ്പോൾ ലോ കിലോമീറ്റർ പോളോ ആണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയൊരു വാഹനമാണ്. വലിയ മെയിൻ്റനൻസ് വരില്ല. ഡീസലിനെ അപേക്ഷിച്ചിട്ടുള്ള മെയിൻ്റനൻസ് ഉണ്ടാവില്ല പെട്രോൾ എടുത്തു കഴിഞ്ഞാൽ. പക്ഷേ ലുക്കും പെർഫോമൻസും എല്ലാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. പെർഫോമൻസ് പോളോട് തന്നെ പറയണ്ട. എത്ര കൊടുക്കാം? 5,20,000 തീർച്ചയായും. 5,20,000 രൂപ ആസ്കിംഗ് ആണല്ലേ? ഓക്കെ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോലെ അല്ല നമ്മൾ പറയാം. ഓക്കെ. 520 5,20,000 2015 കംഫർട്ട് ലൈൻ സെക്കൻഡ് ഓണർഷിപ്പ് ലോ കിലോമീറ്റർ പോളോ സ്വന്തമാക്കാം. ഓക്കെ. ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ക്ലീൻ വണ്ടിയാണ്. ലോണ് ഒരു 4 രൂപ കയറും. 4 രൂപ നമുക്കൊരു 80-85 ഒക്കെ മാക്സിമം ചെയ്യാൻ പറ്റും. ഓക്കെ. മാക്സിമം ലോണും കിട്ടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക്. അടുത്ത ടാറ്റയുടെ അൾട്രോസ് ആണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷനുള്ള വാഹനം. അൾട്രോസിൻ്റെ ഒരു അന്നത്തെ ഒരു എന്താ പറയുക, അൾട്രോസിനെ എടുത്ത് കാണിക്കുന്നൊരു കളറാണിത്. എല്ലാ പരസ്യത്തിലെല്ലാം വന്നുകൊണ്ടുന്നൊരു കളറാണ് ഗോൾഡൻ. എങ്ങനെ ഡീറ്റെയിൽ? ഇത് 2020-21 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. 21 മോഡൽ 21. ഓക്കെ. 21 തന്നെയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. 33,000 സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിം ലെഫ്റ്റ് സൈഡ് ഡോർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമല്ല. ഒരു ബെൻഡ് വന്നപ്പോൾ ക്ലെയിം ചെയ്ത് മാറിയതായിരിക്കും അല്ലേ കമ്പനി? അതായത് ഇൻഷുറൻസിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. ഓക്കെ. കമ്പനി ഹിസ്റ്ററിയിലുണ്ടാവും. ഫുൾ കവർ ആയതുകൊണ്ട് മാറിയതായിരിക്കും. ബമ്പർ ടു ബമ്പർ ആയതുകൊണ്ട്. 21 XZ+ ഏറ്റവും ടോപ്പ് എൻഡ് വാഹനമാണ്. മാനുവൽ. ഇതിന് നമ്മൾ പോളോനെ കൊണ്ട് പറഞ്ഞ പോലെ തന്നെ ആ ഒരു റേഞ്ച് മൈലേജ് ഉണ്ടാവും. 12-15 ഉള്ളിലായിട്ട് അത്യാവശ്യം വെയിറ്റും എല്ലാം വരുന്നൊരു വണ്ടിയാണ്. ബോഡി വെയിറ്റ് കൂടുതലുള്ള വണ്ടി. 5 സ്റ്റാർ സെഗ്മെൻറ്റാണ്. സേഫ്റ്റിയിൽ ഒന്നും പേടിക്കാനില്ല അല്ലേ? അപ്പോൾ മൈലേജ് അത്രയേ കിട്ടുന്നുള്ളൂ. ഇതിൻ്റെ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല ടയർ തന്നെയാണ് ഉള്ളത്. പുറകിൽ ഒരു 70-75 ഉണ്ട്. ഫ്രണ്ടിലൊരു ആവറേജ് കുറച്ച് മുകളിലായിട്ടാണ്. ഓക്കെ. അപ്പോൾ എത്രയാണ് ആസ്ക് ചെയ്യുന്നത്? നമുക്കിപ്പോൾ ഇതിന് 7,69,000 ആസ്ക് ചെയ്യണം. 7,69,000 രൂപയ്ക്ക് 2021 XZ+ ടാറ്റ അൾട്രോസ് സ്വന്തമാക്കാം. ഓക്കെ. 80% ലോൺ വരും. ഇതിപ്പോൾ 2020 നമുക്കൊരു ചിലപ്പോൾ 80 കൂടുതൽ തന്നെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ. വാറണ്ടി
വാറണ്ടി 2 ഇയർ വാറണ്ടി നമ്മൾ 2 ഇയർ വാറണ്ടി കൊടുക്കും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അപ്പോൾ നമ്മളിപ്പോൾ കിയ കാരൻസിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. പുറത്ത് അത്യാവശ്യം നല്ല ചൂടുണ്ട്. ചൂടുകൊണ്ട് മാത്രം എ സിയുടെ വേണ്ടി കയറിയതല്ല, വേറൊരു കാര്യം നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഈ വണ്ടിയുടെ ഒരു സ്പേസ് നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി നമ്മൾ കയറിയതാണ്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ വീൽ ബേസ്, എനിക്ക് തോന്നുന്നു ഇന്നോവ ക്രിസ്റ്റയേക്കാൾ വീൽ ബേസ് ഉണ്ടെന്ന് തോന്നുന്നു. വീൽ ബേസ് ഉള്ള വാഹനമാണ്, അത്രയും വലുപ്പമുള്ള ഒരു വാഹനമാണ് കിയ കാരൻസ് എന്ന് പറയുന്നത്. ഈ ഒരു സെഗ്മെന്റിൽ ഇത്ര വീൽ ബേസ് വരുന്ന വേറൊരു വണ്ടി ഇല്ലാന്ന് തോന്നുന്നില്ല അല്ലേ? ഈ ഒരു ബഡ്ജറ്റിൽ വേറെ വണ്ടിയില്ല. ക്രിസ്റ്റയുടെ അത്ര വീൽ ബേസ് ഉണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. ഓക്കെ, എന്നും കൂടെ ഈ ഒരു ബഡ്ജറ്റിൽ ഈ ഒരു വീൽ ബേസിൽ വേറെ വണ്ടിയില്ല. നമ്മളിപ്പോൾ ഏറ്റവും പുറകിലത്തെ റോയിൽ ഇരിക്കുകയാണ്. ഈ പുറകിലത്തെ റോയിൽ നമ്മളിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ട് സീറ്റൊക്കെ റീക്ലൈൻ ചെയ്ത് ഇതാ ഫുൾ സ്പേസ് ആണ്. ഇവിടെ ഫുഡ് തട്ടുന്ന പ്രശ്നം അങ്ങനെ തോന്നുന്നില്ല. ഒരു ചൈൽഡ് സീറ്റ് അല്ല, ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങൾ കൂടുതൽ ചൈൽഡ് സീറ്റാണ് കാണാറുള്ളത്. ഇത് അതല്ല, പ്രോപ്പറായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ ഒരു വണ്ടിയെ പറ്റി പറയുകയാണെങ്കിൽ ഫീച്ചറിസ്റ്റിക്, അതായത് ലക്ഷറി ഫീച്ചേഴ്സ് വരുന്നൊരു വാഹനം ഈ ബഡ്ജറ്റിൽ വേറെ കിട്ടില്ല. അങ്ങനത്തെയാണ് ഇതിന്റെ വേരിയന്റ് വരുന്നത്, ലക്ഷറി പ്ലസ് ഏറ്റവും ടോപ്പ് ആണ്. ഓക്കെ, മോഡൽ എങ്ങനെയാണ്? മോഡൽ 2023 മോഡൽ ഡീസൽ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ ആണ്. ഓക്കെ, ലക്ഷറി പ്ലസ് ഫുൾ ഓപ്ഷൻ 2023 ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരുന്നത്. ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് ആണ്. ഏവറേജ് ഒരു 16 റേഞ്ചൊക്കെ മൈലേജ് ഉണ്ടാവില്ലേ? 3 മോഡുണ്ട് വണ്ടിക്ക് നിലവിൽ. നമ്മൾ നോർമൽ മോഡിൽ പോവാണെങ്കിൽ ഒരു 16 റേഞ്ച് ഉണ്ടാവും കിട്ടും. എക്കോ മോഡ് പോവാണെങ്കിൽ ഒരു 20 തന്നെ ഉണ്ടാവും. 20 തന്നെ കിട്ടും എക്കോ മോഡ് പോവാണെങ്കിൽ. ഓക്കെ, സ്പോർട്സ് മോഡ് പോവാണെങ്കിൽ കുറച്ച് കുറയും, നല്ല രീതിയിൽ കുറയും. എക്കോ പോവാണെങ്കിൽ, എക്കണോമി മോഡ് പോവാണെങ്കിൽ നിങ്ങൾക്ക് 20 അടുപ്പിച്ചിട്ട് മൈലേജ് കിട്ടുന്നതാണ് പറയുന്നത്. അപ്പോൾ 2023 മോഡൽ, ഇപ്പോൾ ഒരു വർഷം പഴക്കമായോ? ഏകദേശം ആയിട്ടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഈ ഒരു കാര്യം പറയേണ്ടിയിട്ടാണ് ഉള്ളിൽ കയറിയിരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനിപ്പോൾ എത്ര ആസ്ക് ചെയ്യുന്നത്? ഇപ്പോൾ നമ്മൾ ആസ്ക് ചെയ്യുന്നത് 18,75,000. 18,75,000 അത് ആസ്കിംഗ് ആണ്. ഓക്കെ, ഫൈനലാക്കിയിട്ട് എന്തെങ്കിലും ഫൈനലായിട്ട് നമുക്കൊരു 18,50,000 വരെ ചെയ്യാൻ പറ്റും. ഫൈനൽ റേറ്റ് ആണ് 18,50,000 രൂപയ്ക്ക് 2023 ലക്ഷറി പ്ലസ് ഏറ്റവും ടോപ്പിന് ഡീസൽ ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടർ ഗിയർ ബോക്സ് വരുന്ന കിയ കാരൻ 7 സീറ്റർ വാഹനമാണ്. ഇതാ പുറകിലൊക്കെ നല്ല അടിപൊളി വിശാലമായിട്ടിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട് മിഡ്രോ നമ്മൾ മുന്നോട്ടാക്കിയിട്ടാന്ന് ഇരിക്കുക, അങ്ങനെ ഒന്നുമല്ല. കറക്റ്റ് ഒരാൾക്ക് നല്ല രീതിക്ക് ഇരിക്കാൻ പറ്റുന്ന മിഡ്രോയും എല്ലാം ഉണ്ട് ഫ്രണ്ടിലും അതേപോലെ തന്നെയാണ്. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇതിന് ഒരു 16 ലക്ഷം കൂടെ ലോൺ വരും. 16-17 ലക്ഷം. ഇതിനൊക്കെ എന്തായാലും നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റും. 90% ചെയ്യാൻ പറ്റും. നല്ലൊരു അടിപൊളി 7 സീറ്റർ. പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലേക്ക് പോകാം. ടാറ്റ നെക്സോൺ ആണ്. KL 78 രജിസ്ട്രേഷൻ വരുന്ന ടാറ്റ നെക്സോൺ. ഇപ്പോൾ ഇറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെയുള്ള ഷേപ്പാണ്. പറഞ്ഞോളൂ. 2021 മോഡലാണ് വണ്ടി വരുന്നത്. രജിസ്ട്രേഷൻ വരുന്നത് 2022 22ലേക്ക് രജിസ്ട്രേഷൻ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി, വെറും 14,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 14,000 മാത്രം ഓടിയ വാഹനമാണ്. 22 രജിസ്ട്രേഷൻ വരുന്ന 21 മോഡൽ നെക്സോൺ. ഏതാ ഓപ്ഷൻ ഇത്? XM വരുന്നത്. XM ബേസിന്റെ മേലെ വരുന്ന ഓപ്ഷനാണ്. ബേസിന്റെ മേലെ വരുന്ന ഓപ്ഷൻ ആണെങ്കിൽ കൂടി പക്ഷേ സ്ക്രീന്, അതുപോലെ റിവേഴ്സ് ക്യാമറ, റിവേഴ്സ് സെൻസറൊക്കെ അഡീഷണൽ ചെയ്ത വണ്ടിയാണ്. അഡീഷണൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ബേസിക് വേണ്ട എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനമാണ്. എല്ലാ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്ന വാഹനമാണ്. നമ്മളൊരു ഫുൾ ഓപ്ഷൻ അതേ ഏകദേശം ഫീച്ചേഴ്സ് വരുന്നത്. അതെ, അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, അങ്ങനത്തെ ഉള്ളൂ. അതേപോലെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നല്ല സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഈ പ്രൊജക്ടർ ഹെഡ് ലാമ്പിൻ്റെ ഗുണം എന്ന് വെച്ചാൽ നമ്മുടെ ലൈറ്റ് കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കും. ഒരു ഏരിയയിലേക്ക് കറക്റ്റ് ഫോക്കസ്ഡ് ആയിട്ട് നമുക്ക് കുറച്ച് വിസിബിലിറ്റി കൂടും. പലർക്ക് ഡൗട്ടുണ്ട് ഇതിൻ്റെ ഗുണം എന്താണെന്നുള്ളത്. ഒരു ലെൻസിലൂടെ കടത്തി വിട്ടിട്ട് കറക്റ്റ് ഫോക്കസ് ചെയ്തിട്ട് അവിടേക്ക് കൊടുക്കുന്നതാണ്. മറ്റേ വെച്ചാൽ റിഫ്ലക്ടറാണ്, സൈഡിൽ റിഫ്ലക്ഷൻ വെച്ചിട്ട് കൊടുക്കുന്നതാണ്. അതിങ്ങനെ പരന്ന് കിടക്കും പ്രകാശം. ഇത് ഫോക്കസ് ചെയ്തിട്ട് കറക്റ്റ് നമുക്ക് വേണ്ടിടത്തിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഗുണം. ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? വേറെ ആക്സിഡന്റ് ക്ലെയിമോ റീപ്ലേസ്മെന്റോ ഒന്നുമില്ല. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് വാഹനം. പറഞ്ഞോളൂ. അപ്പോൾ ഇതിന് ആസ്ക് ചെയ്യണത് 7,50,000 രൂപയാണ്. 7,50,000 രൂപയ്ക്ക് 2021 മോഡൽ 22 രജിസ്ട്രേഷൻ XM വെറും 14,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ വാഹനമാണ് നെക്സോൺ. ഇത് ഒരു 12 മുതൽ 15 റേഞ്ച് മൈലേജ് കിട്ടുന്നുള്ളൂ, അത്രേ കിട്ടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഒരു 7 എന്തായാലും കിട്ടുമല്ലോ. ഒരു 6-6.25 ലോൺ വരും. 6-6.25 വരെ നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റൂല. അപ്പോൾ ലോ കിലോമീറ്റർ നെക്സോൺ ആണ്. ഈ ഒരു ഷേപ്പ് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിക്കാം. അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്തൊരു ന്യൂ ഷേപ്പ് ബലേനോ ആണ്. KL 40 പെരുമ്പാവൂർ രജിസ്ട്രേഷൻ, എറണാകുളം ജില്ലയാണ്. പെരുമ്പാവൂർ രജിസ്ട്രേഷൻ വരുന്ന ന്യൂ ഷേപ്പ് ബലേനോ. എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡൽ ഫുൾ ഓപ്ഷൻ സിംഗിൾ ഓണർ വണ്ടിയാണ്. ആൽഫയാണ്. വെറും 14,500 കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ. ഇതും ലോ കിലോമീറ്റർ ആണല്ലേ? ലോ കിലോമീറ്റർ. ഓക്കെ, ഫുൾ ഓപ്ഷൻ വാഹനം. വേറെ ഒന്നും നമ്മൾ അഡീഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പിന്നെ ഒരു മൈലേജ് ഒരു 17 വരെയൊക്കെ 17 വരെയൊക്കെ എന്തായാലും മൈലേജ് കിട്ടും. ഒരു 14 മുതൽ 17 വരെ ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഓക്കെ, ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല, ആക്സിഡന്റ് ക്ലെയിമോ റീപ്ലേസ് ഒന്നുമില്ല. ഓക്കെ, നല്ല ടയേഴ്സാണ്. ഒരു 80 അബൌട്ട് ടയേഴ്സ് ഉണ്ട്. 4 അപ്പുറത്തുമില്ലേ? അപ്പുറത്തുണ്ട്, എല്ലാം ഉണ്ടല്ലേ? സെയിം ടയറാണ്. ഓക്കെ, നല്ല ടയേഴ്സ് ഉണ്ട്.
സർവീസൊക്കെ പ്രോപ്പറാണോ? സർവീസ് പ്രോപ്പറാണ്. ഹിസ്റ്ററി ഒക്കെ ഉണ്ട്. ഹിസ്റ്ററി ഉണ്ട്. 14,000 ലോ കിലോമീറ്റർ ഓടിയ വാഹനം. ഓണർഷിപ്പ് സിംഗിൾ തന്നെ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. നിങ്ങളുടെ വാറണ്ടി ഉണ്ടാവുമല്ലോ? നമ്മൾ വാറണ്ടി 2 ഇയർ വാറണ്ടി കൊടുക്കും. 2 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. എത്ര വരെ എത്രയും പാസ് ചെയ്യുന്നത്? നമ്മളിപ്പോൾ ആസ്കിങ് റേറ്റ് ഒരു 9,14 ആസ്ക് ചെയ്യുന്നത്. 9,14,000 രൂപയ്ക്ക് 2022 അൽഫ 14,000 കിലോമീറ്റർ ഓടിയ പെട്രോൾ ബലേനോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ബലേനൊന്നും ഡീസൽ ഇപ്പോൾ വരുന്നില്ല, പെട്രോൾ തന്നെയാണ് എല്ലാം വരുന്നത്. പിന്നെ അറിയാത്തവർക്ക് വേണ്ടി എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അത്രയേ ഉള്ളൂ. ലോണൊരു 8-8 കയറോ? 8-8 സുഖമായിട്ട് ചെയ്യാൻ പറ്റും. സിവിൽ കാര്യങ്ങളൊക്കെ ഓക്കെയാണ്, നമുക്ക് മാക്സിമം ചെയ്യാം. മാക്സിമം കിട്ടുമല്ലോ. അപ്പോൾ ഒരു ഗ്ലാൻസ് നോക്കുന്നവരുണ്ടെങ്കിലും ഇത് നിങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ്. സെയിം ആണ്, എല്ലാം സെയിം ആണ് വരുന്നത്. ആ ലോഗോ മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, അടുത്ത വണ്ടി വരുമ്പോൾ അടുത്തൊരു ക്വിഡാണ്. KL 8 രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഓട്ടോമാറ്റിക് എന്ന് പറയുമ്പോൾ 1000 cc വരും. 1000 cc. ഓക്കെ, എങ്ങനെയാണ് ഡീറ്റെയിൽ? 2016 മോഡൽ സിംഗിൾ ഓണർ വണ്ടിയാണ്. 16 ആണ് വരുന്നത്. ഫുൾ ഓപ്ഷൻ ആണ് അല്ലേ? എയർ ബാഗ് വരും. എയർ ബാഗ് വരുന്നുണ്ട്. സിംഗിൾ എയർ ബാഗ് വരുന്ന വാഹനം. ഓക്കെ, ഒരു 19,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വെറും 19,000 കിലോമീറ്റർ. ഓക്കെ, ഇത്ര വർഷം കൊണ്ട് ലോ കിലോമീറ്റർ ഓടിയ AMT ഓട്ടോമാറ്റിക് വാഹനമാണ്. ഒരു 18-20 റേഞ്ചിൽ തന്നെ മൈലേജ് ഇതിനും കിട്ടും അല്ലേ? വേറെ ക്ലെയിമോ കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? സിംഗിൾ ഓണർഷിപ്പ് തന്നെ. സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഓക്കെ, പറഞ്ഞോളൂ. പ്രൈസിങ് എങ്ങനെയാണ്? പ്രൈസ് നമ്മൾ വരുന്നത് ആസ്ക് ചെയ്യണത് 3,35,000. 3,35,000. ഫൈനൽ എന്തെങ്കിലും തീരുമാനിച്ചോ? നമുക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും, ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2016 ലോ കിലോമീറ്റർ വെറും 19,000 കിലോമീറ്റർ ഓടിയ ക്വിഡ് ഓട്ടോമാറ്റിക് വാഹനം 3,35,000 രൂപയാണ് ആസ്ക് ചെയ്യുന്നത്. ലോൺ ഒരു 3 ലക്ഷം വരെ കിട്ടുമോ? 3 സിബിലൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് മാക്സിമം ചെയ്യാൻ പറ്റും. ഓക്കെ, ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റിയ നല്ലൊരു ചെറിയ ഓട്ടോമാറ്റിക് വണ്ടി. ഒരു ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല. ലോ കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. നല്ല ടയേഴ്സും ഉണ്ട്. എടുത്തു കഴിഞ്ഞാൽ പാർട്ടിക്ക് ഒന്നും ചെയ്യാനില്ല അല്ലേ? ഒന്നും ചെയ്യാനില്ല. കൂളായിട്ട് ഓടിച്ചു പോകാം. അടുത്ത വണ്ടി ഇരിക്കും. മാരുതി സുസുക്കി ഇഗ്നിസ് ആണ് അടുത്തത്. KL 14 കാസർഗോഡ് രജിസ്ട്രേഷനുള്ള വാഹനമാണ് അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? 2020 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്. 51,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. 51,000 മാത്രം. 51,000 കറക്റ്റ് ഓട്ടം പോയിട്ടുണ്ട്. ഓക്കെ, ഓപ്ഷൻ ഇത് ആൽഫയാ? ഡെൽറ്റയാണ്. ഓക്കെ, ബേസിൻ്റെ മേളിൽ വരുന്ന ഓപ്ഷനാണ്. സെക്കൻഡ് ഓപ്ഷനാണ്. പക്ഷേ സെക്കൻഡ് ഓപ്ഷനിൽ തന്നെ ഒരുമാതിരി ഫീച്ചേഴ്സ് എല്ലാം വരും. ഓക്കെ, ഹെഡ് ലാമ്പ് ഒന്നും പ്രൊജക്റ്റഡ് ആവില്ല, അത്രയേ ഉള്ളൂ. അലോയ്സ് ഉണ്ടാവില്ല. ബാക്കിയുള്ള ഡിഫോഗർ, ബാക്ക് വൈപ്പർ, അത് രണ്ടും ഇല്ല. ബാക്കിയുള്ള എല്ലാ ഫീച്ചേഴ്സും വരും. ഓക്കെ, ക്ലെയിം ഇല്ല, ആക്സിഡന്റ് ക്ലെയിമും ഒന്നുമില്ല. നിങ്ങൾ വാറണ്ടി എല്ലാം കൊടുക്കുന്നുണ്ട്? നമ്മൾ 2 വർഷം വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഓക്കെ, പറഞ്ഞോളൂ. പ്രൈസിങ് എങ്ങനെയാണ്? നമ്മൾ 5,50,000 ആസ്ക് ചെയ്യണത്. 5,50,000 രൂപയ്ക്ക് അല്ലേ? 2020 ഇഗ്നിസ് ആണ്. ഡെൽറ്റ 50 എത്രയാണ് പറഞ്ഞത്? ഓട്ടം 51,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. ഓക്കെ, ലോണൊരു 4-4.25 കിട്ടും. 4,500 ചെയ്യാൻ പറ്റും. 75,000 രൂപ കൊണ്ട് ഇറക്കാം. സിമ്പിളായിട്ട് ഇറക്കാൻ പറ്റും അല്ലേ? ചിലപ്പോൾ അതിലും കൂടുതലൊന്നും ചെയ്യാൻ പറ്റും. ഓക്കെ, നല്ലൊരു സ്പോർട്ടി മോഡ് കാറാണിത്. അതുമല്ല ഒരു 16 മൈലേജ് കിട്ടും. 16 എന്തായാലും കിട്ടും. അത്യാവശ്യം മൈലേജ് കിട്ടുന്നുണ്ട്. ഒരു സ്പോർട്ടി മോഡലാണ്. പഴയ റിഡ്സിനൊക്കെ ഒരു മാറ്റം വരുന്ന ഒരു കാർ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ ഒരു ടൈപ്പ് മാരുതി ഇറക്കിയാൽ പിന്നെ. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത I10 ആണ്. KL 11 കോഴിക്കോട് രജിസ്ട്രേഷനിലാണ്. നമ്മുടെ പഴയ ഷേപ്പ് I10 അല്ലേ? പറഞ്ഞോളൂ. എങ്ങനെ? 2013 മോഡൽ 58,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. ഏത് ഓപ്ഷൻ വരുന്നില്ല? മാഗ്ന AC പവർ സ്റ്റിയറിംഗ്, 4-door പവർ വിൻഡോ, സെൻട്രൽ ലോക്ക് വരും. ഓക്കെ, 13,78,000 പറഞ്ഞല്ലോ? 58,000 ഇവിടെ. ലോ കിലോമീറ്റർ വാഹനമാണ് ഇത്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം ഒന്നുമില്ല. വേറെ ആക്സിഡന്റ് ക്ലെയിമോ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇതിൽ നമുക്ക് ആ ഒരു കിലോമീറ്റർ ഉറപ്പിച്ച് പറയാൻ പറ്റുമോ? കിലോമീറ്റർ കൺഫേം ആണ്, ഉറപ്പിച്ച് പറയാം. ഓക്കെ, ഒരു ക്ലെയിമും ഇല്ലാത്ത നല്ലൊരു വണ്ടിയാണ്. മൈലേജ് പൊതുവെ കുറവാണ്. ഒരു 15-ന് ഉള്ളിലായിട്ടേ കാണൂ. 15 ബിലോ. അതിന് ബിലോ ഉള്ളിലായിട്ടേ കാണൂ. ഓക്കെ, അപ്പോൾ പറഞ്ഞോളൂ. പ്രൈസിങ് എങ്ങനെ? ഇപ്പോൾ നമ്മൾ 2,30,000 ആസ്ക് ചെയ്യണത്. 2,30,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു 2013 I10 വാഹനം സ്വന്തമാക്കാം. 58,000 കിലോമീറ്ററാണ് ഓടിയത്. സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വണ്ടിയാണ്. ഓക്കെ, വില എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അല്ലേ? നമുക്ക് ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും, ചെയ്ത് കൊടുക്കാം. ഓക്കെ, ലോൺ ഒരു 1.25 ആ റേഞ്ചിൽ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം പവറുള്ള സെഗ്മെൻ്റാണ് വണ്ടി. നല്ല പവറാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു മൈലേജ് ഷോട്ട് വരുന്ന വണ്ടി. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക് പോകാം. അടുത്ത ഹോണ്ടയുടെ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് സെഗ്മെൻറ്റ് വന്നു. ഹോണ്ട ജാസ് ആണ്. KL 51 രജിസ്ട്രേഷനുള്ള വാഹനമാണ്. എങ്ങനെ പബ്ലിഷ് ഡീറ്റെയിൽസ്? 2017 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ്. ഓക്കെ, ഒരു 56,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. ലോ കിലോമീറ്റർ ഇന്ന് കണ്ട അധിക വണ്ടികളും ലോ കിലോമീറ്ററാണ് വരുന്നത്. ഓക്കെ, 56,000 മാത്രം ഓടിയ 17 ജാസ്. ഡീസലോ പെട്രോൾ വണ്ടി അല്ലേ? 1.2 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരിക. ഏത് ഓപ്ഷൻ വരുന്നതിൽ? ഇത് SV ആണ്. വീൻ്റെ തൊട്ട് താഴെ, സോറി എസിൻ്റെ തൊട്ട് താഴെ. ഓക്കെ, തൊട്ട് താഴെയുള്ള ഓപ്ഷനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേസിക് ആയിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം. അലോയ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അതേപോലെ തന്നെ പുറകിൽ വൈപ്പർ വരില്ല. ഡിഫോഗർ വരുന്നുണ്ട്. നല്ല 4 ബ്രാൻഡ് ന്യൂ ടയർ. പുതിയ ടയറാണ്.
കയറിയിട്ടുണ്ട് അല്ലേ? നല്ല അടിപൊളി ടയേഴ്സ് കയറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ജനറൽ സർവീസ് ചെയ്ത് ഓടിച്ചാൽ മതിയാവും. അത്രേ വേണം, വേറെ ഒരു ആവശ്യമില്ല, വേറെ ഒന്നും ചെയ്യാനില്ല. പ്രത്യേകിച്ച് പെട്രോൾ വണ്ടി, ഹോണ്ടയുടെ പെട്രോൾ വണ്ടി മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. പിന്നെ ഒരു 12 മുതൽ 15 വരെയൊക്കെ മൈലേജ് കിട്ടും. 15-16 വരെ കിട്ടും നോക്കി ഓടിച്ചാൽ. ക്ലെയിം വേറെ ഒന്നുമില്ല. വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. 2017 SP ജാസ് 57,000 കിലോമീറ്റർ അല്ലേ? ഓക്കെ. എത്ര കൊടുക്കാം? 5.35 നമുക്ക് നെറ്റ് പ്രൈസ് ചെയ്യാം. നെറ്റ് റേറ്റ് 5,35,000 രൂപയ്ക്ക് ഈ ഒരു വാഹനം നിങ്ങൾക്ക് സ്വന്തമാക്കാം. നെറ്റ് റേറ്റ് ആണ്, വേറെ നെഗോസിയേഷൻ ഇല്ല. ഏകദേശം ഫൈനലാക്കി പറഞ്ഞു, ലാസ്റ്റ് പ്രൈസ് ആണ്. ഓക്കെ. ഒരു 4-4.5 ലോൺ വരും. നമുക്ക് 4.5 ചെയ്യാൻ പറ്റും. ഒരു 10,85,000 രൂപ വേണ്ടാൽ ഇറക്കാം അല്ലേ? ഈ ഒരു വാഹനം നല്ലൊരു സ്മൂത്ത് പെട്രോൾ എഞ്ചിൻ ഓടിച്ചു പോകാൻ പറ്റും. അടുത്ത വണ്ടിയിലേക്ക് പോകാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ടാറ്റ ടിയാഗോ ആണ്. KL 13 കണ്ണൂർ രജിസ്ട്രേഷനുള്ള ടാറ്റ ടിയാഗോ. ഒരു റെഡ് ആൻഡ് ബ്ലാക്ക് ഫിനിഷ് വാഹനം അല്ലേ? എങ്ങനെ ഡീറ്റെയിൽ? 2022 മോഡൽ ഫുൾ ഓപ്ഷൻ വണ്ടി. എക്സെറ്റ് പ്ലസ് മാനുവൽ 22 ആണ്. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ആണ് ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ ടിയാഗോന് വന്നിട്ടുള്ളത്. ഒരു 28,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 28,000 മാത്രം. 2022 2 വർഷം നോർമൽ ഓട്ടേ പോയിട്ടുള്ളൂ. ക്ലെയിം ഒന്നും ഇല്ലല്ലോ? വേറെ റീപ്ലേസ്മെന്റ് ഒന്നും വന്നിട്ടില്ല. ഒരു 14 മുതൽ 17 റേഞ്ച് മൈലേജ് കിട്ടുന്ന ഒരു വാഹനം. അതേപോലെ തന്നെ ടയേഴ്സും അടിപൊളി ടയേഴ്സാണ്. പുറകിൽ ആവറേജ് ടയേഴ്സേ ഉള്ളൂ. 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഈ ഒരു സെഗ്മെന്റിൽ, ഈ ഒരു ബഡ്ജറ്റിൽ വേറെ വണ്ടിക്കില്ല. അത്രയും സേഫ്റ്റി ഉള്ളൊരു വാഹനമാണ്. ഇത്രയും ബോഡി വെയിറ്റ് സേഫ്റ്റി ഉള്ളൊരു അടിപൊളി വാഹനം. എത്ര കൊടുക്കാം? 6.39 ആസ്കിംഗ് പ്രൈസ് വരുന്നത്. അങ്ങനത്തെ ഒരു കണക്ക് 39 ചെറിയൊരു വേരിയേഷൻ ഉണ്ടാവും. ഓക്കെ. 6,39,000 ആസ്കിംഗ് ആണ്. 2022 എക്സെറ്റ് പ്ലസ് ടിയാഗോ നിങ്ങൾക്ക് സ്വന്തമാക്കാം. ഓക്കെ. ലോൺ ഒരു 6 ലാഖ് കിട്ടും. 6 ലാഖ് ചെയ്യാൻ പറ്റും. 39-40 രൂപ മോഡൽ മാക്സിമം കിട്ടും. ഓക്കെ. ലോൺ നമ്മുടെ പ്രൊഫൈലോട് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എല്ലാ വീഡിയോസും നമ്മൾ പറയുന്നതാണ്. അത്രയുള്ള കാര്യങ്ങൾ. അപ്പോൾ തൽക്കാലം നമ്മൾ ഇന്നത്തേക്ക് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാണ് അല്ലേ? പുതിയ സ്റ്റോക്ക് എത്തിയിട്ട് നമുക്ക് വീണ്ടും വീഡിയോ ചെയ്യാം. മറന്നു വേണ്ട, ഷോറൂം ലൊക്കേഷൻ വെസ്റ്റ് ഹിൽ അത്താണിക്കലാണ്. കാർ സോൺ എന്നാണ് ഷോറൂമിൻ്റെ പേര് വരുന്നത്. വാറണ്ടിയുള്ള വാഹനങ്ങളൊക്കെ തന്നെ നമ്മൾ കാണിച്ചിട്ടുണ്ട്, എല്ലാം മിക്സ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ കൂടുതൽ ഡീറ്റെയിലിന് ഇവരെ കോൺടാക്ട് ചെയ്യാനുള്ള കോൺടാക്ട് നമ്പർ വീഡിയോൻ്റെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കോർണറിൽ കൊടുത്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷനിലും അതേപോലെ തന്നെ കൊടുക്കുന്നുണ്ട് ഇവരുടെ നമ്പർ. അതേപോലെ തന്നെ നമ്മുടെ പുതിയ ആപ്ലിക്കേഷൻ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, മേരാകാസ്. അതിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വാഹനങ്ങൾ വിൽക്കാൻ സാധിക്കുന്നതാണ്. അത് ഞാൻ തുടക്കത്തിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിങ്ങളുടെ വാഹനം നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ നിങ്ങളുടെ വാഹനം ഞങ്ങൾ എടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് വിൽക്കണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ആ കോൺടാക്ട് നമ്പർ നമ്മളത് താഴെ വീഡിയോൻ്റെ താഴെ സെപ്പറേറ്റ് കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിലേക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. വണ്ടികൾ നിങ്ങൾക്ക് വിൽക്കണമെന്നുണ്ടെങ്കിൽ വീട്ടിലിരുന്നുകൊണ്ട് നിങ്ങൾക്ക് വണ്ടികൾ വിൽക്കാം. എവിടെ നിങ്ങൾ പോയിട്ട് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. വീട്ടിലിരുന്ന് ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങളുടെ വണ്ടി മാക്സിമം വിലയ്ക്ക് എടുക്കുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഷോറൂമിലേക്ക് മുകളിൽ കൊടുത്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. വിട്ടുപോരുത്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. നമ്മുടെ വാട്സപ്പ് ചാനൽ ലിങ്ക് കയറി ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ പുതിയ സ്റ്റോക്കിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിലേക്ക് ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി. ബബ്ദേശ് താങ്ക്സ്. എല്ലാവർക്കും നന്ദി. ബൈ.